നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലിയേക്കരയിൽ ടോൾ പിരിവ് വിലക്കിയ നടപടി ഹൈക്കോടതി നീട്ടി. എന്നാൽ ടോൾ നിരക്ക് കുറയ്ക്കുന്നതിൽ തീരുമാനമായില്ല. ഇത് സംബന്ധിച്ച ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച കേസ് പരിഗണിച്ച കോടതി വെള്ളിയാഴ്ച വരെ ടോൾ പിരിവിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് ടോൾ നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച തീരുമാനം അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. 4 വരി പാതയായിരുന്നപ്പോഴുള്ള ടോൾ സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതത്തിന് എങ്ങനെ പിരിക്കാനാവുമെന്നത് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. തീരുമാനം അറിയിക്കാൻ കേന്ദ്രം ചൊവ്വാഴ്ച വരെ സമയം ആവശ്യപ്പെടുകയായിരുന്നു. ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിൽ അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് 6-നാണ് ഹൈക്കോടതി ടോൾ പിരിവ് തടഞ്ഞത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകർ നൽകിയ ഹർജിമേലായിരുന്നു നടപടി. ടോൾ നിർത്തലാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ NHAI സുപ്രീം കോടതിയിൽ ഹർജി നൽകിയെങ്കിലും ടോൾ തടഞ്ഞ സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു. അപകടങ്ങളും മണ്ണിടിച്ചിലും നടന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ ഗതാഗത പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി കളക്ടറും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ച മറ്റത്തൂർ പഞ്ചായത്തിലെ ആലുക്കപ്പാടം നഗറിൽ പ്രഥമ ആലോചന യോഗം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VP അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ബ്ലോക്ക് അംഗം TK അസൈൻ, ഗ്രാമപഞ്ചായത്ത് അംഗം KB ഷീബ എന്നിവർ പ്രസംഗിച്ചു. പദ്ധതി നിർവഹണത്തിനായി MLA ചെയർമാനായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. ഉന്നത നിവാസികളിൽ നിന്നും നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെ പറ്റി ചർച്ച ചെയ്തു. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായാണ് അംബേദ്കർ ഗ്രാമം പദ്ധതി ആവിഷ്കരിച്ചത്. വൻ കുതിപ്പിനിടെ സ്വർണവിലയിൽ ആശ്വാസം. വെള്ളിയാഴ്ച പവന് 1360 രൂപയാണ് കുറഞ്ഞത്. 1 പവൻ സ്വർണത്തിന്റെ വില 89,680 രൂപയും ഗ്രാമിന് 170 രൂപ കുറഞ്ഞ് 11,210 കഴിഞ്ഞ ദിവസം സർവകലാ റെക്കോർഡിലായിരുന്നു സ്വർണവില. 1 പവന്റെ വില 91,040 രൂപയിലെത്തിയിരുന്നു. ഗ്രാമിന് 11,380 രൂപയായിരുന്നു. മുൻ ദിവസങ്ങളിലും സ്വർണവില വർദ്ധിച്ചിരുന്നു. പണിക്കൂലി അടക്കം 1 ലക്ഷം രൂപ വരെ 1 പവന് നൽകേണ്ട സ്ഥിതിയിലെത്തിയിരുന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ വിശാല കാർപ്പ് മത്സ്യകൃഷിയുടെ ഭാഗമായി മത്സ്യ കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NM പുഷ്പാകരൻ അധ്യക്ഷനായി. അക്വാകൾച്ചർ പ്രൊമോട്ടർ അജിത സുരേഷ് പ്രസംഗിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജ്വാല നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല അധ്യക്ഷത വഹിച്ചു. UDF പുതുക്കാട് നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര, മുൻ മണ്ഡലം പ്രസിഡന്റ് TM യോഹനാൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M ശ്രീകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് MA ജോൺസൺ, പറപ്പൂക്കര നെല്ലായി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരീഷ് കുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് NS ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ പുലിക്കണ്ണികളായി റോഡിൽ നടത്തിയ അറ്റകുറ്റപ്പണികൾ അശാസ്ത്രീയമാണെന്നാരോപിച്ച് ജനകീയ സംരക്ഷണ സമിതി വരന്തരപ്പിള്ളി മേഖലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പ്രസിഡന്റ് ശിവദാസൻ തൂയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ. മേഖലാ സെക്രട്ടറി ഷിഹാബ് കറുമണ്ണിൽ, ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് പെരുവാൻകുഴിയിൽ, യൂണിറ്റ് ഭാരവാഹികളായ ഹുസൈൻ പുലിക്കണ്ണി, ഉസ്മാൻ, ജോസ് ചമയം, സക്കീർ വലിയകുളം, സൂപ്പി, സക്കീർ എന്നിവർ സന്നിഹിതരായി. പുലിക്കണ്ണി കള്ളായി റോഡിലെ കുഴികൾ കഴിഞ്ഞ ദിവസം കുഴികൾ അടച്ചിരുന്നു. കരാർ കമ്പനി ടാർ ചെയ്യുന്നതിന് പകരം കുഴികളിൽ ടാറിന് പകരം കുറച്ച് ഇനാമൽ തെളിച്ച് മെറ്റൽ നിറയ്ക്കുകയും റോഡ് ഡോളർ ഉപയോഗിച്ച് നിരത്തുകയും ചെയ്തുവെന്നാണ് ജനകീയ സംരക്ഷണ സമിതി പറയുന്നത്. ടാറില്ലാതെ മെറ്റൽ കുഴികളിൽ നിറച്ചതുമൂലം മെറ്റലെല്ലാം ഇളകി ഇരുചക്ര വാഹനങ്ങൾക്കോ കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ആക്ഷേപമുയരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ റോഡ്
മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് വലിയ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വലിയ വഴിയായിട്ട് വരേണ്ട റോഡാണിത്. ഇത് ബസ് റൂട്ടുള്ളതാണ്. ബസ് റൂട്ട് മാത്രമല്ല, ഈ പ്രദേശത്ത് നിന്നിട്ട് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലേക്കും സ്കൂളിലേക്കും അതുപോലെ നിരവധി സ്കൂൾ കുട്ടികളടക്കം യാത്ര ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ഒരുപാട് ബൈക്ക് യാത്രികർ കാർഷിക മേഖലയിൽ പുലർച്ചയ്ക്ക് ടാപ്പിങ്ങിനും മറ്റു കൃഷിക്കായിട്ട് ബൈക്ക് യാത്രക്കാർ ഒരുപാട് പോണതാണ്. അങ്ങനെ നാനാ മേഖലയിലെടുത്ത് നോക്കിയാൽ ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട ബസ് റൂട്ടിൻ്റെ ഇപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ എന്ന് വെച്ചാൽ ഇത് ചെയ്യേണ്ട ഉത്തരവാദപ്പെട്ട ആൾക്കാർ ചെയ്യുന്ന അക്രമമാണ് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച മേല കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി സൂചിപ്പിച്ചത്. ഈ സംഭവം സഹിക്കാൻ പറ്റുന്നതല്ല. ഇതുപോലെ തന്നെയാണ് ഈ റോഡിൻ്റെ അങ്ങേ അറ്റം വരുന്ന പുലിക്കണ്ണിയിൽ നിന്ന് പാലപ്പള്ളി സെൻറ്റർ വരെ മറ്റേ വലിയ കുണ്ടും കുഴിയും കാട്ടാനശ്ശേരിയിലുള്ള പ്രധാനപ്പെട്ട റോഡ്, അവിടെ റോഡ് പണി നിർത്തിയപ്പോൾ ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം പ്ലാൻ ചെയ്യുക. അതിന് ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട MLA 20 ലക്ഷം രൂപ പാസ്സാക്കി അത് റീടാറിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതി എന്താണെന്നുള്ളത് നാളെ കണ്ടു കാണണം എന്ന അവസ്ഥയിൽ നിൽക്കുക. ഇതുപോലെയാണ് അവിടെ എങ്കിൽ ഒരു കാരണവശാലും ജനകീയ സംരക്ഷണ സമിതി അത് സമ്മതിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. അത് എന്ത് മാർഗം ഉപയോഗിച്ച് ഞങ്ങൾ തടയും. നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനനുകൂലിക്കും. 100% ചെയ്യുന്ന വർക്കുകളെ സഹായിക്കാൻ പറ്റാവുന്ന എല്ലാ സമീപനം ഈ സംഘടനയുടെ ഭാഗത്തുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന പരിസരത്ത് ഇവിടെ നിന്ന് തുടങ്ങി പുലിക്കണ്ണി സെൻറ്റർ വരെയുള്ള റോഡിൽ ഒരു സ്ഥലത്ത് പോലും ഇപ്പോൾ ജനങ്ങളെ ഒരു മറ്റേ ധാരണ എന്തെങ്കിലും ആവട്ടെ കുണ്ടുകുഴിയൊക്കെ അടച്ചു കിട്ടും സമാനാവുന്ന. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി. തളിക്കുളം 1-ാം കല്ല് ഏപ്പുറത്തെ വീട്ടിൽ ബിനീഷിനെയാണ് കാപ്പ ചുമത്തിയത്. ഇയാൾ വലപ്പാട്, അന്തിക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ ഒരു വധക്രമ കേസിലും 4 അടിപിടി കേസുകളിലും ഒരു മോഷണ കേസിലുമടക്കം 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ ജില്ലാ മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് കാപ്പ പ്രകാരമുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K. അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ ഹരി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുബി സെബാസ്റ്റ്യൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. കവരംപിള്ളി ചീനിക്ക ഈനാശു ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:30 വേലുപാടം സെന്റ് ജോസഫ് പള്ളിയിൽ. സണ്ണി, അൽഫോൻസ, ആനി, ഷാജി, മിനി, മനോജ്, ബിൻസി എന്നിവർ മക്കളും ക്ലാര, ജോയി, മനീഷ, ഷിജു, ജാസ്മിൻ, സൈമൺ, പരേതനായ ഡേവിസ് എന്നിവർ മരുമക്കളുമാണ്. മുപ്ലിയം ഉപ്പുഴി അമ്പാട്ട് മോഹനൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലതയാണ് ഭാര്യ. രമ്യ, മനോജ് എന്നിവർ മക്കളും ബിജു മരുമകനുമാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,210 രൂപയും പവന് 89,680 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.